തൻ്റെ നാവൊക്കെ എവിടെയായിരുന്നു ഈ പാകിസ്ഥാൻ ബ്ലോഗറെ കൊണ്ടുവന്ന സമയത്ത്? ആരോപണങ്ങൾ വന്ന സമയത്ത് തൻ്റെയൊക്കെ നാവ് എവിടെയായിരുന്നു എനിക്കറിയില്ല. ഈ അനിൽ അന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അനിലും ടീമും. അന്ന് ഇവർ അലിഷ്ബ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗറെയാണ് കൊണ്ടുവന്നത്. ഇന്ത്യ ആ ഓപ്പറേഷൻ സിന്ദൂർ ടൈമിലൊക്കെ ഇന്ത്യക്കെതിരെ പോസ്റ്റ് വരെ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അലിഷ്ബ ഖാലിദ്. അവർ സംഗതി പാകിസ്ഥാൻ ബോൺ, പാകിസ്ഥാൻ ഒറിജിനാണ്, ലീവ്സ് ഇൻ എബ്രോഡ്. പക്ഷേ അവരെ പോലുള്ളൊരു വ്ളോഗറെ കൊണ്ടുവന്നതിന് ഇവിടെ എതിർപ്പും പ്രശ്നങ്ങളും വന്ന സമയത്ത് വരെ ഇതേപോലൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു സംഗതിയോ ഇല്ല. ഏതെങ്കിലും ഇപ്പോൾ ഈ അനിലിനെ പോലുള്ള 4 ചാനലുകാർക്ക് നിങ്ങൾ ഇൻസൈഡിൽ ന്യൂസ് കൊടുക്കും, അത് PR ടീം ഒപ്പിച്ച പരിപാടിയാണ്. എന്നിട്ട് അത് ന്യായീകരിക്കാനും വെളുപ്പിക്കാനും കുറേ ടീം ഇറങ്ങും. രാജ്യത്തിനെതിരെ തീവ്രവാദ രാജ്യമായ ഒരു രാജ്യത്തിൽ ആ തീവ്രവാദി രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ വരെ കൊണ്ടുവന്ന് അത് പ്രൊമോഷൻ ട്രിക്കാക്കുന്ന ഒരു തരം തേർഡ് റേറ്റ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ബിസിനസ് മൈൻഡുള്ള ടീം. അവർ പിന്നെ ഈ ആദിൽ അനോറയെ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇതേപോലെ സൊസൈറ്റിയിൽ മുന്നിൽ പിച്ച് ചെയ്യുന്ന ഇട്ട് കൊടുക്കില്ല എന്നുള്ളത് അത് ചെയ്യും. അതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് പേഴ്സണലി